നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തൊടുപുഴ തൊമ്മൻകുത്ത് നാരങ്ങാനത്ത് കൈവശഭൂമിയിലെ കുരിശ് പൊളിച്ചു നീക്കിയ സംഭവത്തിൽ വനം റവന്യൂ വകുപ്പുകൾക്കെതിരെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. വനംവകുപ്പിന്റെ തെറ്റായ നടപടിയെ ന്യായീകരിക്കാൻ സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. ഭീകരവാദത്തിനെതിരെ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തെ നേതാക്കൾ അപലപിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി അടിമാലിയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ആനച്ചാൽ തട്ടാത്തിമുക്കിൽ പള്ളിവാസൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹെറിറ്റേജ് സെന്റർ ഒരുങ്ങുന്നു. ഹെറിറ്റേജ് സെന്റർ ഒരുങ്ങുന്നത് സാംസ്കാരിക ഗ്യാലറിക്കൊപ്പം പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രം കൂടി ഉൾപ്പെടുത്തി. സെന്റർ പണി കഴിപ്പിച്ചിട്ടുള്ളത് ആനച്ചാൽ 2-ാം മൈൽ റോഡരികിൽ. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം 27-ന് കട്ടപ്പനയിൽ നടക്കും. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡാരിച്ചൻ നീറനാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. തൊടുപുഴ തൊമ്മൻകുത്ത് നാരങ്ങാനത്ത് കൈവശഭൂമിയിലെ കുരിശ് പൊളിച്ചു നീക്കിയ സംഭവത്തിൽ വനം റവന്യൂ വകുപ്പുകൾക്കെതിരെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. വനംവകുപ്പിന്റെ തെറ്റായ നടപടിയെ ന്യായീകരിക്കാൻ സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കുരിശ് പൊളിച്ചു നീക്കിയ സ്ഥലം വനമേഖലയാണെന്നും സംരക്ഷിത പ്രദേശമാണെന്നുമുള്ള വനം റവന്യൂ വകുപ്പുകളുടെ വാദം വസ്തുതാവിരുദ്ധമാണ്. വനംവകുപ്പിന്റെ തെറ്റായ നടപടിയെ ന്യായീകരിക്കാൻ സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ വനംവകുപ്പ് നടത്തിയിട്ടുള്ളത് വലിയൊരു കടന്നുകയറ്റമാണ് എന്ന കാര്യം നമുക്ക് വ്യക്തമാകുക. ഇപ്പം നാളുകളിൽ ഈ പട്ടയമില്ലാത്ത നമ്മുടെ ജില്ലയിലുള്ള ഭൂമിയിൽ ഇത്തരം ഒരു കടന്നുകയറ്റം നടത്തേണ്ട അവസ്ഥ എന്ന് ആലോചിക്കുക. ഒന്ന്, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം പുതുതായി എത്ര റിസർവ് ഫോറസ്റ്റുകളാണ് നമ്മുടെ ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്? 2010 ശേഷം ഏകദേശം 18,000 ഏക്കർ ഭൂമി പുതുതായി റിസർവ് വനമായി നോട്ടിഫൈ ചെയ്തു. 2010 മറ്റേ KDH റിസർവ്, അതിനുശേഷം 2020, 2021, 2022 ആയിട്ട് 18,000 ഏക്കർ ഭൂമിയോളം കൃഷിഭൂമി ഉൾപ്പെടെ റിസർവ് ഫോറസ്റ്റായി നോട്ടിഫൈ ചെയ്തു. അപ്പോൾ ഈ കൈവശ ഭൂമിയിൽ അധികാരം സ്ഥാപിക്കാനുള്ള വനംവകുപ്പിന്റെ ബോധപൂർവമായ ശ്രമമാണ് നാരങ്ങാനത്ത് കുരിശ് പൊളിച്ച സംഭവത്തിലുണ്ടായിട്ടുള്ളത്. ഈ കാര്യത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്ത് ഒരു വീഴ്ചയായിട്ടാണ് ആദ്യം ഞാനിതിനെ മനസ്സിലാക്കിയത്. പക്ഷേ റവന്യൂ വകുപ്പ് വില്ലേജ് ഓഫീസർ വനംവകുപ്പിന്റെ നടപടിയെ ന്യായീകരിക്കാൻ വേണ്ടി റിപ്പോർട്ട് കൊടുത്തപ്പോൾ ഇതെല്ലാം സർക്കാരിന്റെ അതുപോലെ നടത്തുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാകുകയാണ്. അല്ലെ പിന്നെ റവന്യൂ വകുപ്പിന് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞൊരു റിപ്പോർട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഈ വില്ലേജ് രേഖകൾ തയ്യാറാക്കിയ കാലഘട്ടം ഏതാ? വില്ലേജ് ഓഫീസർ പറഞ്ഞ റിപ്പോർട്ടിനകത്ത് പറയുന്ന കാര്യം വില്ലേജ് രേഖകൾ പ്രകാരം എന്നാണ്. വണ്ണപ്പുറം വില്ലേജ് ഉണ്ടായ വർഷം എത്രയാണ്? ഇനി വില്ലേജ് രേഖ തയ്യാറാക്കിയപ്പോഴാണ് വില്ലേജ് BTR തയ്യാറാക്കിയ വർഷം എന്ന് പറയുന്നത് 1930കളാണ്. ഈ ജോയിന്റ് വെരിഫിക്കേഷൻ നടന്നപ്പോഴാണ് 1983 ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം BTR തയ്യാറാക്കുന്നതിന് ശേഷം 50 വർഷം കഴിഞ്ഞാണ് അവിടെ ആളുകളുടെ കൈവശ ഭൂമി ഉണ്ടോ എന്നുള്ള കാര്യം വന റവന്യൂ വകുപ്പുകൾ പരിശോധന നടത്തിയിട്ടുള്ളത്. അപ്പൊ 50 വർഷം മുമ്പ് നടന്ന കാര്യം ശേഷം നടന്ന കാര്യത്തിലാണ് വനംവകുപ്പ് റവന്യൂ വകുപ്പ് ഇത് ജോയിന്റ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. പ്രദേശത്ത് പതിറ്റാണ്ടുകളായി ജനങ്ങളുടെ കൈവശത്തിലിരിക്കുന്ന 4005 ഏക്കറോളം ഭൂമി ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താത്ത സംരക്ഷിത മേഖലയാണെന്ന് റവന്യൂ വകുപ്പ് റിപ്പോർട്ട് നൽകിയത് ഗൂഢാലോചനയുടെ തുടർച്ചയാണെന്നും നേതാക്കൾ ആരോപിച്ചു. ഭീകരവാദത്തിനെതിരെ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തെ നേതാക്കൾ അപലപിച്ചു. കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്തിയാണ് കട്ടപ്പനയിൽ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത്. കട്ടപ്പന ടൗൺ ചുറ്റി നടന്ന പ്രകടനത്തിൽ നിരവധി ആളുകൾ പങ്കെടുത്തു.
ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചതോടൊപ്പം ഭീകരവാദത്തെ ഒറ്റക്കെട്ടായി നേരിടുന്നതിന് കേന്ദ്ര സർക്കാരിന് ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചു. കാശ്മീരിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ആഗോള ഗൂഢാലോചനയുടെ ഭാഗമാണ് പാകിസ്ഥാൻ ഭീകരവാദികൾ കാശ്മീരിൽ നടത്തിയ ആക്രമണമെന്ന് BJP ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ പറഞ്ഞു. അങ്ങനെയുള്ള നമ്മുടെ രാജ്യം കഴിഞ്ഞ 10 വർഷം നിങ്ങൾക്കറിയാം, 10 വർഷത്തിന് മുമ്പ് ചോരപ്പുഴ ഒഴുകുന്ന നാടായിരുന്നു കാശ്മീർ. ശാന്തിയും സമാധാനവും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു കാലത്തെ ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ, കോടിക്കണക്കിന് ടൂറിസ്റ്റുകൾ ഈ ജമ്മു കാശ്മീരിൽ നമ്മുടെ കേരളത്തിൽ നടക്കം, നമ്മുടെ പ്രദേശത്തടക്കം പോകുമായിരുന്നു. അവിടെ പിന്നെ വെടിവെച്ചുകളുടെ നാടായി, ചോരപ്പുഴകളുടെ നാടായി. ഡാൽ താഴ്വരയ്ക്ക് നീല നിറമായിരുന്നില്ല അവിടുത്തെ വെള്ളത്തിന്, ചോരയുടെ നിറമായിരുന്നു. അത് പതുക്കെ മാറി വീണ്ടും സമാധാനത്തിലേക്ക് വന്നത് കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണത്തിൻ്റെ കീഴിലാണ്. ആ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയുള്ള ആഗോള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ തീവ്രവാദികൾ ഇങ്ങനെ ഒരു പണി ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ 27 ഇപ്പോൾ അനുസരിച്ച് 27-28 ആളുകൾ. ഇതിനു മുമ്പ് നടന്ന 48-ലും 71-ലും ഇതിനു മുമ്പ് പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണത്തിന് വ്യത്യസ്തമാണ് ഇത്തവണത്തെ ആക്രമണം. പ്രകടനത്തിന് ശേഷം പ്രതിഷേധ ജ്വാലയും തെളിച്ചു. പരിപാടിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് KP രാജേന്ദ്രൻ, രാഷ്ട്രീയ സ്വയംസേവക സംഘം ജില്ലാ കാര്യവാഹ് PV മനു, BMS മേഖലാ സെക്രട്ടറി PK ഷാജി, കട്ടപ്പന നഗരസഭാ കൗൺസിലർ തങ്കച്ചൻ പുരയിടം, BJP മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി, K കുമാർ, രതീഷ് വരകുമല, ഷാജി നെല്ലിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അടിമാലിയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കോൺഗ്രസ് മുൻ അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് തോമസ് അനുശോചന പ്രഭാഷണം നടത്തി. നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരിപാടിയിൽ പങ്കെടുത്തു. ജമ്മു കാശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ രക്തസാക്ഷികളായവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയും ഭീകരാക്രമണത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയുമാണ് യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. കോൺഗ്രസ് മുൻ അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് തോമസ് അനുശോചന പ്രഭാഷണം നടത്തി. നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കുവാൻ, നമ്മുടെ രാജ്യത്ത് ഉയർത്തിപ്പിടിച്ച സമാധാന അന്തരീക്ഷം തകർക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ വിളിച്ചുകൊടുത്തൊരു മുദ്രാവാക്യമുണ്ട്, ഒരേ ഒരു ഇന്ത്യ, ഒരൊറ്റ ജനത എന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യത്തിന്റെ പിന്നിൽ അണിനിരന്നവരാണ് ഇന്ത്യൻ ജനത. യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അനിൽ കനകൻ അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ്, യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി MA അൻസാരി, യൂത്ത് കെയർ ജില്ലാ കോർഡിനേറ്റർ അമൽ ബാബു, അജയ് MS, വൈശാഖ് MS തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. ആനച്ചാൽ തട്ടാത്തിമുക്കിൽ പള്ളിവാസൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹെറിറ്റേജ് സെന്റർ ഒരുങ്ങുന്നു. സാംസ്കാരിക ഗ്യാലറിക്കൊപ്പം പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രം കൂടി അടങ്ങുന്നതാണ് ഹെറിറ്റേജ് സെന്റർ. ആനച്ചാൽ 2ാം മൈൽ റോഡരികിലാണ് സെന്റർ പണി കഴിപ്പിച്ചിട്ടുള്ളത്. മൂന്നാറിന്റെ പ്രവേശന കവാടം എന്ന നിലയിൽ പള്ളിവാസൽ പഞ്ചായത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾക്ക് കൂടുതൽ കരുത്തു പകരാൻ ലക്ഷ്യമിട്ടാണ് ആനച്ചാൽ തട്ടാത്തിമുക്കിൽ പള്ളിവാസൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹെറിറ്റേജ് സെന്റർ ഒരുങ്ങുന്നത്. ഹെറിറ്റേജ് സെന്റർ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനായി വേണ്ടുന്ന അവസാന പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രജീഷ് കുമാർ പറഞ്ഞു. ഇന്ത്യയിൽ അപൂർവമായി മാത്രമാണ്, ഏതാണ്ട് 1-2 സ്ഥലത്ത് മാത്രമാണ് ഈ ലോക്കൽ ഹെറിറ്റേജ് സെന്റർ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പള്ളിവാസൽ പഞ്ചായത്തിൽ ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് തട്ടാത്തിമുക്കിൽ 2 നിലയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു ലോക്കൽ ഹെറിറ്റേജ് സെന്റർ നിർമ്മിച്ച് അത് പൂർത്തീകരിച്ചു. അവിടെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാനുള്ള ഒരു വിപണന കേന്ദ്രവും അതിനോടൊപ്പം തന്നെ വരുന്ന സഞ്ചാരികൾക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ ചരിത്രം, നമ്മുടെ സംസ്കാരം, നമ്മുടെ പഞ്ചായത്തിനെ കൂടുതലായി അറിയുക തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം അടങ്ങിയ നിലയിലുള്ള ഒരു മനോഹരമായിട്ടുള്ള ഗാലറിയും കൂടെ സ്ഥാപിക്കും. ഒരു ടൂറിസം ഇൻഫർമേഷൻ സെൻറ്റർ എന്ന നിലയിൽ തന്നെ ഇത് പ്രവർത്തിക്കുകയും ചെയ്യും. ഇവിടെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാവും. അത്തരത്തിലുള്ള പഞ്ചായത്തിൻ്റെ ഒരാശയമാണ് ലോക്കൽ ഹെറിറ്റേജ് സെൻറ്റർ. സാംസ്കാരിക ഗ്യാലറിക്കൊപ്പം പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രം കൂടി അടങ്ങുന്നതാണ് ഹെറിറ്റേജ് സെന്റർ. പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടും തനത് ഫണ്ടും വിനിയോഗിച്ച 25 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചാണ് സെന്റർ യാഥാർത്ഥ്യമാക്കുന്നത്. ആനച്ചാൽ 2ാം മൈൽ റോഡരികിലാണ് സെന്റർ പണി കഴിപ്പിച്ചിട്ടുള്ളത്.
കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം 27-ന് കട്ടപ്പനയിൽ നടക്കും. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറനാകുന്നേൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10:30-ന് പതാക ഉയർത്തും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീറനാകുന്നേൽ ഉദ്ഘാടനം ചെയ്യും. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ കരാറുകാരെ സംബന്ധിച്ച് നമുക്ക് 15 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ക്രഷർ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പാറ ഉൽപ്പന്നങ്ങൾ, കല്ല്, മെറ്റല്, ക്രഷർ മണൽ എന്നിവ കിട്ടുമെന്നുള്ള സങ്കല്പത്തിലാണ് നമ്മുടെ എഞ്ചിനീയർമാർ ഡിപ്പാർട്ട്മെൻറ്റിൽ എസ്റ്റിമേറ്റ് എടുക്കുന്നത്. പക്ഷേ പലപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്കിവിടെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്ക് ഒഴിച്ച് ഒരു ക്രഷറും ഇല്ല, ഒരു പാറമ്പട പോലും. നമ്മുടെ എസ്റ്റിമേറ്റ് കട്ടപ്പനത്തെ വർക്കുകളുടെയും ഒക്കെ അതുകൊണ്ടുള്ള കുഴപ്പമെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഈ സാധനം കോതമംഗലത്ത് നിന്ന് അല്ലെങ്കിൽ തൊടുപുഴയിൽ നിന്ന് അല്ലെങ്കിൽ തേനിയിൽ നിന്ന് 100, 150, 175 കിലോമീറ്റർ ട്രാൻസ്പോർട്ട് ചെയ്ത് വേണം കൊണ്ടുവരാൻ. ഇതിനുള്ള കൺവെയൻസ് ട്രാൻസ്പോർട്ടിങ് എസ്റ്റിമേറ്റ് ഇല്ല. തൊടുപുഴ ഒരാൾക്ക് വർക്ക് എടുക്കുകയാണെങ്കിൽ 15 കിലോമീറ്ററുള്ളിൽ കിട്ടും. ഹൈറേഞ്ച് മേഖലയിലുള്ള വികസനത്തിന് വലിയ പ്രതിസന്ധി എന്നാണ്. കോടിക്കണക്കിന് രൂപ ഇടുക്കി ജില്ലാ പഞ്ചായത്തിൻ്റെ PWയുടെ വിവിധ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടുകൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഇത് ഏറ്റെടുക്കാനും വർക്ക് ചെയ്യാനും കരാറുകാർ തയ്യാറാകുന്നില്ല. പിന്നെ കുറേ തൊഴിലായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആളുകൾ വേറെ തൊഴിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഫീൽഡിൽ ജീവിതം ഹോമിക്കപ്പെട്ടതുകൊണ്ട് ഇവർ ഇങ്ങനെ കുറച്ച് വർക്ക് എടുക്കും, കുറേ ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നവർക്ക് അവസാനം വരുമ്പോൾ നഷ്ടമാണ്. ഇതാണ് ഇപ്പോൾ ഈ സമ്മേളനം നടക്കുന്ന കാലയളവിൽ ഇടുക്കി ജില്ലയിലെ കരാറുകാരെ സംബന്ധിച്ച് പ്രത്യേകം മറ്റ് ജില്ലകളിൽ ഇല്ലാത്തൊരു വ്യത്യസ്തമായ സാഹചര്യം ഈ മെറ്റീരിയൽസ് ക്രഷറി ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇല്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ സമ്മേളനം കൂടുന്നത്. ഞങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രാജൻ നീറനാകുന്നേലാണ്. ജില്ലാ പ്രസിഡന്റ് ഷാജി ജോസഫ് അധ്യക്ഷത വഹിക്കും. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന സെക്രട്ടറി PV കൃഷ്ണൻ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KJ വർഗീസ്, രക്ഷാധികാരി VKC മുഹമ്മദ് കോയ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജോമോൻ മാത്യു, ജില്ലാ സെക്രട്ടറി NC ജോൺസൺ, സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി, CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജി തുടങ്ങിയവർ സംസാരിക്കും. അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് ഉപഹാരം നൽകും. വാർത്താ സമ്മേളനത്തിൽ ഷാജി ജോസഫ്, NC ജോൺസൺ, ജോമോൻ മാത്യു, CB തോമസ്, സുരേഷ് KR എന്നിവർ പങ്കെടുത്തു. കലാ സാംസ്കാരിക രംഗത്ത് കട്ടപ്പനയുടെ അഭിമാനമായ സംസ്ഥാന നാടക അവാർഡ് ജേതാവ് അന്തരിച്ച MC കട്ടപ്പനയുടെ 1ാം ചരമവാർഷികം സമുചിതമായി ആചരിക്കാനൊരുങ്ങുന്നു. മെയ് 14-ന് MC കട്ടപ്പനയുടെ ചരമവാർഷിക ദിനത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിവിധ സംഘടനാ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. 30ഓളം പ്രൊഫഷണൽ നാടകങ്ങളിലായി 7000-ലധികം വേദികളിൽ MC കട്ടപ്പന അഭിനയിച്ചിട്ടുണ്ട്. നിരവധി സിനിമകളിലും സീരിയലുകളിലും അദ്ദേഹം വേഷമിട്ടു. കാഴ്ച, പളുങ്ക്, നായകൻ തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ. 2007-ൽ കൊല്ലം അരീനയുടെ ആരും കൊതിക്കുന്ന മണ്ണ് എന്ന നാടകത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിച്ചു. 2014-ൽ കേരള സംഗീത നാടക അക്കാദമിയുടെ അഭിനയശ്രീ പുരസ്കാരവും ലഭിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹം അന്തരിച്ചത്. മെയ് 14-ന് MC കട്ടപ്പനയുടെ 1ാം ചരമവാർഷിക ദിനമാണ്. MC-യുടെ സംഭാവനകൾ രേഖപ്പെടുത്തിയ ഓർമ്മ പുസ്തകത്തിന്റെ പ്രകാശനം, അനുസ്മരണ പ്രഭാഷണം, കട്ടപ്പന ദർശനയുടെ നാടകം, സിനീബിന്റെ അവതരണം എന്നീ പരിപാടികൾ MC കട്ടപ്പനയുടെ അനുസ്മരണത്തിന്റെ ഭാഗമായി നടക്കും. കട്ടപ്പന പ്രസ് ക്ലബ് ഹാളിൽ വെച്ചാണ് യോഗം ചേർന്നത്. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, കൗൺസിലർ സിജു ചക്കുമൂട്ടിൽ, വിവിധ സംഘടനാ പ്രതിനിധികൾ, കലാ സാംസ്കാരിക മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭയിൽ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. 3 അജണ്ടകളാണ് പരിഗണിച്ചത്. 3 വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് നഗരസഭയിൽ അടിയന്തര കൗൺസിൽ നടന്നത്. 2023-24 സാമ്പത്തിക വർഷത്തെ കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് കാര്യാലയം ലഭ്യമാക്കിയ വരവ് ചെലവ് കണക്കുകളിന്മേലുള്ള ഓഡിറ്റ് റിപ്പോർട്ട് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന പരാമർശങ്ങൾക്കുമേലുള്ള മറുപടി പദ്ധതി നിർമ്മാണ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും ലഭ്യമാകുന്നതിനും ഓഡിറ്റ് പരാമർശങ്ങൾ ഒഴിവാക്കുന്നതിന് ഓഡിറ്റ് വകുപ്പിന് റിപ്പോർട്ട് നൽകുന്നതിനുമുള്ള തീരുമാനത്തിനായി വിഷയം കൗൺസിലിൽ സമർപ്പിച്ചു. കട്ടപ്പന നഗരസഭയിൽ കുടിവെള്ള വിതരണത്തിൽ ഈ ടെൻഡറിൽ ആരും പങ്കെടുക്കാത്തത് സംബന്ധിച്ചും ചർച്ചകൾ ഉയർന്നതായി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു. അടിയന്തര കൗൺസിലായിരുന്നു. അതിനകത്ത് 3 അജണ്ടയാണ് ഇന്ന് ഉണ്ടായിരുന്നത്. ഒന്ന് ഓഡിറ്റ് സംബന്ധിച്ചാണ്. അത് നമ്മൾ അതിന്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തെയാണ് ഓഡിറ്റ് വരുന്നത്. അപ്പോൾ അതിന്റെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ ഏൽപ്പിച്ചു. രണ്ടാമത്തേത് നമ്മുടെ കുടിവെള്ളത്തിൻ്റെതാണ് വന്നിരുന്നത്. കുടിവെള്ളം നമ്മൾ ആദ്യം 1 ടെൻഡർ ഇട്ടു. അത് ആളെ എടുത്തില്ല. അടുത്തത് വീണ്ടും ടെൻഡർ ഇടാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്.
അമൃത് 2.0 കട്ടപ്പന നഗരസഭയിൽ ഫംഗ്ഷണൽ ഹൗസ് കണക്ഷൻ നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നു. മുൻ വർഷങ്ങളിലെ വർക്കുകൾ കോൺട്രാക്ടർമാർ കരാർ എടുത്തിട്ടും അവ നടപ്പാക്കാത്തതിനാൽ സ്പിൽ ഓവറിൽ ഉൾപ്പെട്ടു. ഇത്തരത്തിൽ പദ്ധതികൾ ഏറ്റെടുത്ത ശേഷം നടത്താതിരിക്കുന്ന കരാറുകാരെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും യോഗത്തിൽ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. അടിമാലി കത്തിപ്പാറയിൽ വെച്ച് വാഹനത്തിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നതിനിടെ പോലീസിന്റെ വാഹന പരിശോധനയിൽപ്പെടുകയും സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്ത പ്രതി കോടതിയിൽ കീഴടങ്ങി. അടിമാലി ഓടക്കാസിറ്റി സ്വദേശി മനുവാണ് കോടതിയിൽ കീഴടങ്ങിയത്. അന്വേഷണ നടപടികളുടെ ഭാഗമായി അടിമാലി പോലീസ് പ്രതിയെ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി. കഴിഞ്ഞ മാർച്ച് 30-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. വാഹനത്തിൽ കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നതിനിടെ അടിമാലി ഓടക്കാസിറ്റി സ്വദേശി മനുവും അടിമാലി 10-ാം മൈൽ സ്വദേശിയായ ജോസഫും കത്തിപ്പാറയിൽ വെച്ച് പോലീസിന്റെ വാഹന പരിശോധനയിൽപ്പെട്ടു. പോലീസ് 10-ാം മൈൽ സ്വദേശി ജോസഫിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മനു സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. 1 കിലോയ്ക്ക് മുകളിൽ കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് അന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ സംഭവത്തിലാണ് ഒളിവിൽ പോയ മനു കോടതിയിൽ കീഴടങ്ങിയത്. കോടതിയിൽ കീഴടങ്ങിയ പ്രതി അന്വേഷണ നടപടികളുടെ ഭാഗമായി അടിമാലി പോലീസ് കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി. ഇയാൾ മുമ്പും വിവിധ ലഹരിക്കടത്ത് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്ന് പോലീസ് വ്യക്തമാക്കി. യുവതിയെ പീഡിപ്പിക്കുകയും നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്ത സ്ഥാപന ഉടമ പിടിയിലായി. മൂന്നാർ നല്ലതണി എസ്റ്റേറ്റിൽ കുറുമല ഡിവിഷനിൽ കെ ഗണേഷ് കുമാറിനെയാണ് മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ പോലീസ് കോടതിയിൽ ഹാജരാക്കി. മൂന്നാർ നല്ലതണ്ണിക്കവലയിൽ കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തുന്നയാളാണ് നല്ലതണ്ണി എസ്റ്റേറ്റിൽ കുറുമല ഡിവിഷൻ സ്വദേശിയായ കെ ഗണേഷ് കുമാർ. യുവതിയെ പീഡിപ്പിക്കുകയും നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തുവെന്ന പരാതിയിലാണ് ഇയാളെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. യുവതിയെ പീഡിപ്പിച്ച ഇയാൾ ഈയിടെ മറ്റൊരു യുവാവുമായി യുവതിയുടെ വിവാഹം ഉറപ്പിച്ചതറിഞ്ഞ നഗ്ന വീഡിയോ പ്രതിസുതവരന് അയച്ചുകൊടുത്തെന്ന് പോലീസ് പറയുന്നു. തുടർന്ന് യുവതിയുടെ വിവാഹം മുടങ്ങുകയും ചെയ്തു. ഈ സംഭവത്തിലാണ് മൂന്നാർ SHO രാജൻ കെ അരമനയുടെ നേതൃത്വത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്തത്. പ്രതി വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണ്. കട്ടപ്പന BRCയിൽ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന് തുടക്കമായി. കട്ടപ്പന ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കണ്ണൻ വി ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ ഗുണഫലങ്ങൾ പൊതുസമൂഹത്തിന് ലഭ്യമാക്കുക, ശാസ്ത്രീയ ഗവേഷണ താൽപ്പര്യങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുക, പ്രോത്സാഹിപ്പിക്കുക, സാമൂഹിക പ്രശ്നങ്ങളെ തങ്ങൾ പഠിച്ച ക്ലാസ് റൂം വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ വിഷയങ്ങൾ മുൻനിർത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സമഗ്ര ശിക്ഷ കേരള, KDISC എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം പരിശീലനത്തിന് കട്ടപ്പന BRCയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. നെടുങ്കണ്ടം, കട്ടപ്പന, പീരുമേട് എന്നീ സബ് ജില്ലാ പരിധിയിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. കട്ടപ്പന DEO ആൻസൺ ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗം ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കണ്ണൻ വി ഉദ്ഘാടനം ചെയ്തു. ഐഡിയ ഡെവലപ്പ് ചെയ്യാനുള്ളതാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഐഡിയ എവിടെ നിന്ന് കിട്ടുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഐഡിയ നമ്മളെ ചുറ്റിലും ഉള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഐഡിയ തരുന്നത്. നേരത്തെ സാർ സൂചിപ്പിക്കേണ്ടായി തേങ്ങ പൊതിക്കുന്ന ഒരു യന്ത്രത്തിൻ്റെ കേസ് പറയേണ്ടായിരുന്നു. ആ ഒരു പ്രശ്നമായിട്ട് കണ്ടെത്തിയ സൊല്യൂഷനുണ്ട്. അപ്പോൾ നമ്മളെ ചുറ്റിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നടത്താൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിക്കുമ്പോഴാണ് ഓരോ പ്രോഡക്റ്റ് ഉണ്ടാകുന്നത്. 2 ദിവസങ്ങളിലായാണ് പരിശീലനം നടക്കുന്നത്. കട്ടപ്പന BPC ഷാജിമോൻ KR, മഞ്ജു PP, ദിവ്യ വിദ്യാധരൻ, ആര്യ വിനീത് എന്നിവർ സംസാരിച്ചു. കട്ടപ്പന SN കവല 75-ാം നമ്പർ അങ്കണവാടിയുടെ വാർഷികവും 2024-25 വർഷത്തെ കുട്ടികളുടെ യാത്രയപ്പം നടന്നു. നഗരസഭാ കൗൺസിലർ സിജോ മോൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചുതോവാള SN ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് വാർഷികവും കുട്ടികളുടെ യാത്രയപ്പ് സമ്മേളനവും നടന്നത്. അങ്കണവാടി കമ്മിറ്റി പ്രസിഡന്റ് ആന്റണി കോയിപ്പുറത്ത് അധ്യക്ഷനായിരുന്നു. നഗരസഭാ കൗൺസിലർ സിജോ മോൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. രാവിലെ 9 മണിയാകുമ്പോൾ നമ്മുടെ അംഗൻവാടികൾ തുറക്കുന്ന ആ ഒരു ശീലത്തിലേക്ക് കൊണ്ടുവരികയും ഇവിടെ വന്ന് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചർ അവർക്കൊപ്പം ഇരുന്നുകൊണ്ട് നമ്മുടെ സിദ്ധി ചേച്ചിയൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ അവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് TV ഇല്ലാത്ത അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾ അല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയും അവർക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും എങ്ങനെയാണ് അവർക്ക് വേണ്ട പ്രാർത്ഥന ചെല്ലുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശീലിക്കുന്ന അംഗൻവാടികൾ തീർച്ചയായിട്ടും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് തുടക്കം വെക്കുന്ന ആലയം. പലപ്പോഴും നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് അംഗൻവാടികൾ വന്നു കഴിഞ്ഞ് ഒരു ഡേ കെയർ ആയിട്ട് മാറ്റുവാനുള്ള ഒരു ശ്രമമാണ് നമ്മളെല്ലാവരും നടത്തുന്നത്. പക്ഷെ അതിൽ നിന്ന് മാറി നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ അല്ലെ അച്ചടക്കത്തിനുള്ള ഒരു പ്രാഥമിക വിദ്യാലയമായി ഇതിനെ കണ്ടുകൊണ്ട് നമ്മൾ പോകണം. അങ്കണവാടിയിലെ പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് ഉപഹാരങ്ങളും നൽകിയാണ് യാത്രയപ്പ് ഒരുക്കിയത്.
10ാം വാർഡ് കൗൺസിലർ സിജു ചക്കുമൂട്ടിൽ, നിശാന്ത് എൻ, സന്തോഷ് പാതയിൽ, ഉഷാകുമാരി സന്തോഷ്, പാറുക്കുട്ടി വാസു, എബിൻ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കീരിത്തോട് ശിവപാർവതി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. തൃക്കൊടിയേറ്റ് കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ ഒ വി ഷിബു ഗുരുപാദ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നവീകരിച്ച കീരിത്തോട് ശിവപാർവതി ക്ഷേത്രത്തിലെ തിരുവുത്സവം ഏപ്രിൽ 23 മുതൽ 29 വരെയാണ് നടക്കുന്നത്. വിപുലമായ ആഘോഷ പരിപാടികളാണ് ഉത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. കൊടിയേറ്റ് കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ ഒ വി ഷിബു ഗുരുപാദം മുഖ്യ കാർമ്മികത്വം വഹിച്ചു. SNDP ഇടുക്കി യൂണിയൻ സെക്രട്ടറി സുരേഷ് കോട്ടയ്ക്കകത്ത് ഉത്സവ സന്ദേശം നൽകി. സിനിമകളിൽ മുഴങ്ങി കേൾക്കുന്ന മഹാമന്ത്രം സർവ്വചരാചരങ്ങൾക്കും സുഖവും സന്തോഷവും ഉണ്ടാകണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ദീപാരാധന ആരംഭിച്ചത്. ഈ ഗ്രാമത്തെക്കുറിച്ച്, ക്ഷേത്രത്തെക്കുറിച്ച്, ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ച് തന്ത്രി പറഞ്ഞ നല്ല വാക്കുകൾ തീർച്ചയായും അഭിമാനകരമാണ്. പരദേവതകൾക്ക് കൊടുത്ത വാക്ക് അത് പാലിക്കുകയും ലക്ഷണമൊത്ത നല്ല ശ്രീകോവിലിൽ പാർവതി പരമേശ്വരന്മാരെ പ്രതിഷ്ഠിക്കുവാനും സാധിച്ച, അങ്ങനെ ആത്മസായുജ്യം നേടിയ ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. ഏപ്രിൽ 25-ാം തീയതി രാവിലെ 9 മണിക്ക് പൊങ്കാലയും, 27-ാം തീയതി ഞായറാഴ്ച 3 മണിക്ക് ഗരുഡൻ പർവ, കാവടിയാട്ടം, ഡിജിറ്റൽ തെയ്യം, നാഗനൃത്തം, കാളിയാട്ടം, കരകമയൂര നൃത്തം, ശിങ്കാരിമേളം, മിറർ തെയ്യം എന്നിവയുടെ അകമ്പടിയോടെ പകൽപ്പുര ഘോഷയാത്ര നടക്കും. ഉത്സവ ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്ര മേൽശാന്തി സനീഷ് മുരളീധരൻ ശാന്തികൾ, ശാഖാ പ്രസിഡന്റ് സന്തോഷ് കടമാനത്ത്, സെക്രട്ടറി നിഖിൽ പുഷ്പരാജൻ, കൺവീനർ ജ്യോതിഷ് കുടിക്കയത്ത് എന്നിവർ നേതൃത്വം നൽകും. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് വനിതകൾക്ക് അനുവദിച്ച സ്വയം തൊഴിൽ സ്ഥാപനം അയ്യപ്പൻകോവിൽ ചപ്പാത്ത് മരുതുംപേട്ടയിൽ പ്രവർത്തനം ആരംഭിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതാ ഗ്രൂപ്പുകളുടെ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ചപ്പാത്ത് മരുതുംപേട്ടയിൽ ആരംഭിച്ച ടേസ്റ്റി ഹോംമെയ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എന്ന സ്ഥാപനമാണ് പ്രവർത്തനം ആരംഭിച്ചത്. സ്ത്രീകളുടെ ഉന്നമനവും ചെറുകിട വ്യവസായങ്ങളുടെ വികസനവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. ഏതാണ്ട് 2,80,000 രൂപ മുടക്കി ലോൺ എടുത്ത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന വനിതാ ഗ്രൂപ്പുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് 2,09,000 രൂപ വീതം ഓരോ സംരംഭത്തിലും നേരിട്ട് ബാങ്ക് വഴി കൊടുക്കുന്ന സംവിധാനത്തിലൂടെയാണ് കൂടുതൽ ആളുകളെ തൊഴിലും വരുമാനമുള്ള ആളുകളാക്കി മാറ്റുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ലക്ഷക്കണക്കായ രൂപ പദ്ധതി വിനിയോഗിക്കുന്നതിന് വേണ്ടി മുതൽ മുടക്കിയിട്ടുള്ളത്. നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഇപ്പോൾ ഏതാണ്ട് 60 പേർക്ക് അങ്ങനെ തൊഴിൽ സംരംഭം തുടങ്ങുന്ന തരത്തിലേക്ക് നമ്മൾ ഈ പദ്ധതി താഴേക്ക് നടപ്പാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്തിലും ഉപ്പതറ പഞ്ചായത്തിലാണ് ഇതുപോലെ തന്നെ ഒരു യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട്. 2 വർഷമായിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തനം സംഘടിപ്പിക്കുന്നുണ്ട്. കുറേ തയ്യൽ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ റെഡിമെയ്ഡ് സെൻ്ററുകളും വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിത ബിനു അധ്യക്ഷയായിരുന്നു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് അംഗം ബി ബിനു, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം രാജേന്ദ്രൻ മാരിയിൽ, ജിബിൻ തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പനയിൽ നവീകരിച്ച പട്ടരുമടം പ്രിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനം നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം നിർവഹിച്ചു. സ്വർണ്ണാഭരണ വിൽപ്പന രംഗത്ത് 32 വർഷമായി കട്ടപ്പനയിൽ പ്രവർത്തിക്കുന്ന പട്ടരുമടം പ്രിയ ജ്വല്ലറിയുടെ നവീകരിച്ച ഷോറൂമാണ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച ഡയമണ്ട് ബ്രാൻഡിന്റെ പ്രദർശനവും വിൽപ്പനയും ഏപ്രിൽ 24 മുതൽ 30 വരെ നടക്കും. നെക്ലേസ്, വള, ബ്രേസ്ലെറ്റ്, കമ്മൽ, കൈചെയിൻ, മൂക്കുത്തി, മോതിരങ്ങൾ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ജ്വല്ലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. ഡയമണ്ട് ആഭരണങ്ങൾക്കുള്ള ആയുഷ്കാല വാറന്റിയും പ്രത്യേകതയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറുന്നതിൻ്റെ ഭാഗമാണ് ഷോറൂമിൻ്റെ വിപുലീകരണവും പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കുന്നതും എല്ലാം.
കച്ചവട മേഖല വളരെ ഒരു തകർച്ചയെ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ കച്ചവടത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനുള്ള തന്ത്രമാണ് ഇത്തരം വിപുലീകരണവും പുതുതായി ഡയമണ്ട്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് കൂടി ആരംഭിക്കുന്നത്. ഡയമണ്ട് സെക്ഷന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. 2,900 രൂപ മുതൽ വിലയുള്ള ഡയമണ്ട് മുക്കുകുത്തികളുടെയും 5,600 രൂപ മുതൽ വിലയുള്ള പ്ലാറ്റിനം മോതിരങ്ങളുടെയും വിപുലമായ ശേഖരമാണ് ജുവലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ഭദ്രദീപം തെളിച്ചു. മലനാട് SNDP യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ആദ്യ വിൽപ്പന നടത്തുകയും ടെസിൻ കളപ്പുര ആദ്യ വിൽപ്പന സ്വീകരിക്കുകയും ചെയ്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 6,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന 20 പേർക്ക് 500 രൂപ ക്യാഷ് ബാക്കും നൽകും. കൂടാതെ പട്ടിമേടം പ്രിയ ജുവലറിയിലെത്തുന്ന കസ്റ്റമറിൽ നിന്നും ഏപ്രിൽ 30 നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നയാൾക്ക് ഡയമണ്ട് റിംഗ് ലഭിക്കും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് ജനറൽ സെക്രട്ടറി PK ജോഷി കുട്ടട, അഡ്വക്കേറ്റ് MK തോമസ്, KP ബഷീർ, ഷാജി നെല്ലിപ്പറമ്പിൽ, S സൂര്യലാൽ, സിജോ എവറസ്റ്റ്, സാജു പട്ടിമേടം, റജി സാജു, ബെൻ സാജു, ആൻ സാജു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് കാറ്റാടിക്കവല വാർഡിൽ രാജേന്ദ്രൻപടി ഭാഗത്ത് മാസങ്ങളായി കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാകുന്നു. നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരമറിയിച്ചിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വേനൽ കടുത്തതോടെ കുടിവെള്ളം പാഴാക്കാതെ സംരക്ഷിക്കേണ്ട ഈ സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റി അധികൃതർ മാസങ്ങളായി കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാക്കുകയാണ്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് കാറ്റാടിക്കവല വാർഡിൽ രാജേന്ദ്രൻപടി ഭാഗത്താണ് കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം റിജി ഇലിപ്പുലിക്കാട്ട് പറഞ്ഞു. നമ്മുടെ നിരവധിയായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇതിലെ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. പക്ഷേ ഇപ്പോൾ ആർക്കും ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ ഈ പൈപ്പ് പൊട്ടി 3 മാസത്തോളമായി ഇത് പൊട്ടി ഒഴുകിയിട്ട് തിരിഞ്ഞു നോക്കാൻ പോലും വാട്ടർ അതോറിറ്റിയുടെ ഒരു ഉദ്യോഗസ്ഥന്മാരോ മെയിൻ്റനൻസ് വിഭാഗമോ തയ്യാറായിട്ടില്ല. പല പ്രാവശ്യം നമ്മൾ വിളിച്ചു പറഞ്ഞതാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നാഥനില്ലാത്ത ഒരു കളരിയായിട്ട് വാട്ടർ അതോറിറ്റി മാറിയിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ വാർഡിലെ പല ഭാഗത്തും എല്ലാവർക്കും കുടിവെള്ളം എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പൈപ്പ് ലൈൻ സ്ഥാപിച്ചു. പാവപ്പെട്ട ആളുകൾ 6,000, 7,000, 8,000 രൂപ മുടക്കി വീടുകളിലേക്ക് കുടിവെള്ള കണക്ഷൻ എടുത്തു. ഇന്ന് വരെ ഒരു തുള്ളി വെള്ളം പോലും എത്താത്ത വീടുകളാണ് 90% വീടുകൾ. ആ വീട്ടിലെ ആളുകൾക്ക് കുടിവെള്ളത്തിന് പൈസ അടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പല പ്രാവശ്യം നോട്ടീസ് അയച്ചു. നമ്മൾ വാട്ടർ അതോറിറ്റിയെ വിളിച്ച് പറഞ്ഞു ഇവർക്ക് വെള്ളം കിട്ടിയിട്ടില്ല, ഇതേക്കുറിച്ച് അന്വേഷിക്കണം, അന്വേഷിച്ചിട്ട് നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ പഞ്ചായത്ത് ഓഫീസ് ഉദ്ഘാടന സമയത്ത് മന്ത്രി വന്നു. മന്ത്രിക്ക് നമ്മൾ നിവേദനം കൊടുത്തു. മന്ത്രി വന്നേരം നമ്മളോട് മൈക്കിൽ കൂടെ നമ്മളോട് പറഞ്ഞു, കുടിവെള്ളം കിട്ടാത്ത ഒരാളും പൈസ അടയ്ക്കത്തില്ല, അതിൻ്റെ പേരിലുള്ള നടപടിക്ക് ഞാൻ ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷവും അവരുടെ പേരിൽ RR റവന്യൂ റിക്കവറിക്ക് ഇരട്ടയാർ വില്ലേജ് ഓഫീസിൽ നിന്ന് എല്ലാ ആളുകൾക്കും നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുക. ഇതിനൊരു നടപടി ഉണ്ടാകണം. ഓരോ ദിവസവും കുടിവെള്ളം പമ്പ് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇങ്ങനെ പൊതുനിരത്തിൽ പാഴാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഞാനിവിടെ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ തൊട്ട് വാതൊക്കെ തന്നെ പൈപ്പ് തൊട്ട് 3 മാസത്തിലധികം ഇത് വാട്ടർ അതോറിറ്റി അറിയിക്കുകയും അവിടെ വന്ന് ഇവിടെ മെയിൻ്റെയിൻ ചെയ്യുന്ന സാബു എന്ന് പറഞ്ഞ ആളോട് വന്ന് നോക്കുകയും ചെയ്തു. ആ ദിവസം ഇത് വന്ന് കണ്ടിട്ടും ഈ നിമിഷം വരെ ആർക്കും ഒരു പ്രയോജനമില്ല. മാത്രമല്ല ഈ മുകൾ ഭാഗത്ത് ആർക്കും വെള്ളമില്ലാതിരിക്കുകയും ഈ വെള്ളം ഇങ്ങനെ പൊട്ടി ഒഴുകി പോവുകയും ഈ റോഡ് നശിപ്പിച്ചു. നിരവധി തവണ വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരം ധരിപ്പിച്ചിട്ടും ഇതുവരെ വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 1 മാസമായി പറയാൻ തുടങ്ങിയിട്ട് വെള്ളം പൊട്ടി ഒഴുകുന്നു, ചേട്ടാ ഇത് തന്നെ ചെയ്യണം 1 മാസമായി പറയാൻ തുടങ്ങിയിട്ട്. അറിയിച്ചേട്ടനെ വിളിച്ചു പറഞ്ഞു, 1 മാസമായി പറയാൻ തുടങ്ങിയിട്ട്. വാട്ടർ അതോറിറ്റിയുടെ ഇരട്ടയാർ നോർത്ത് പമ്പ് ഹൗസിൽ നിന്നുമാണ് ഈ ഭാഗത്തേക്ക് വെള്ളം എത്തിക്കുന്നത്. ഇരട്ടയാർ ഡാമിൽ നിന്നും വെള്ളം ശേഖരിച്ച് ശുദ്ധീകരിച്ചാണ് വീടുകളിൽ എത്തിക്കുന്നത്. വേനൽ കടുത്ത സാഹചര്യത്തിൽ ഡാമിലെ ജലനിരപ്പിലും കുറവ് വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റി കുടിവെള്ളം പൊതുനിരത്തിൽ പാഴാക്കുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950.
പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 236, വിൽപ്പനയ്ക്ക് വന്നത് 57,277, വിൽപ്പന നടന്നത് 55,526. കൂടിയ വില 2,963, ശരാശരി വില 2,553. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 710 രൂപ, ഏലം കൂടിയ വില 2,450, ഏലം ശരാശരി വില 2,300. കാപ്പിപ്പരിപ്പ് 430, ഗ്രാമ്പു 750, കൊക്കോ 80, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 9,005 രൂപ, വെള്ളി 110. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തൊടുപുഴ തൊമ്മൻകുത്ത് നാരങ്ങാനത്ത് കൈവശഭൂമിയിലെ കുരിശ് പൊളിച്ചു നീക്കിയ സംഭവത്തിൽ വനം റവന്യൂ വകുപ്പുകൾക്കെതിരെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി. വനംവകുപ്പിന്റെ തെറ്റായ നടപടിയെ ന്യായീകരിക്കാൻ സർക്കാർ തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് DCC ജനറൽ സെക്രട്ടറി വിജോ മാണി. ഭീകരവാദത്തിനെതിരെ സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തെ നേതാക്കൾ അപലപിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി അടിമാലിയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. ആനച്ചാൽ തട്ടാത്തിമുക്കിൽ പള്ളിവാസൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഹെറിറ്റേജ് സെന്റർ ഒരുങ്ങുന്നു. ഹെറിറ്റേജ് സെന്റർ ഒരുങ്ങുന്നത് സാംസ്കാരിക ഗ്യാലറിക്കൊപ്പം പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സുഗന്ധവ്യഞ്ജന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കേന്ദ്രം കൂടി ഉൾപ്പെടുത്തി. സെന്റർ പണി കഴിപ്പിച്ചിട്ടുള്ളത് ആനച്ചാൽ 2-ാം മൈൽ റോഡരികിൽ. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ ജില്ലാ സമ്മേളനം 27-ന് കട്ടപ്പനയിൽ നടക്കും. പൊതുസമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡാരിച്ചൻ നീറനാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്യും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.